Hi friends, welcome to my channel. Last minute on examination in 9:30 BA exam, afternoon BCom exam. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് റിപ്പീറ്റ് ചെയ്ത് വരുന്ന വേർഡ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് മാത്രം ഒരു 35 വേർഡ്സ് ബേസ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. മാർക്ക് ദ പ്രൈമറി സ്ട്രെസ് ഇൻ ദി ഫോളോയിങ് വേർഡ്സ്. അതിൽ സം റൂൾസ് ഉണ്ട്. നമ്മൾ പ്രൈമറി സ്ട്രെസ് മാർക്ക് കണ്ടോ, ഡെവലപ്പ്, ഞാൻ ആ വിയുടെ മേളിലൊരു ലൈൻ മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ, കമ്പോസ് പിയുടെ മേളിൽ മാർക്ക് ചെയ്യുന്ന കണ്ടോ. അപ്പോൾ സം റൂൾസ് ബേസ്ഡ് ഓൺ ദിസ് സിലബിൾ അല്ലേ. സ്ട്രെസ്സ് മാർക്ക് ചെയ്യാനായിട്ട് സം റൂൾസ് ഉണ്ട്. ഡെവലപ്പ് എന്ന് പറയുമ്പോൾ DE വരുന്നത് വീക്ക് പ്രിഫിക്സ് ആണ്. അപ്പോൾ ഈ വീക്ക് പ്രിഫിക്സ് ആണെങ്കിൽ നമ്മൾ റൂട്ട് വേർഡിൽ സ്ട്രെസ്സ് മാർക്ക് ചെയ്യണം, പ്രൈമറി സ്ട്രെസ്സ് മാർക്ക് ചെയ്യണം. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിന് മുന്നിൽ വരുന്ന വേർഡിനെ പ്രിഫിക്സ്. ആ പ്രിഫിക്സ് എന്ന് പറയുന്നത് വീക്ക് ആണെങ്കിൽ എപ്പോഴും റൂട്ട് വേർഡിലായിരിക്കും എന്താ സ്ട്രെസ്സ് വരുന്നത്. ഡെവലപ്പ് എന്ന് പറയുമ്പോൾ DE വീക്ക് പ്രിഫിക്സ് ആണ്. സോ വിയിൽ സ്ട്രെസ്സ്. കമ്പോസ് എന്ന് പറയുമ്പോൾ മീൻസ് അത് വീക്കാണ്. സോ പിയുടെ മേളിൽ സ്ട്രെസ്സ്. അഡ്മിറ്റ് AD വീക്ക് പ്രിഫിക്സ്. സോ എമ്മിൻ്റെ മേളിൽ സ്ട്രെസ്. ബിഗിൻ അപ്പോൾ BE വീക്കാണ്. സോ ജിയുടെ മേളിൽ സ്ട്രെസ്. അപ്പോൾ ബിക്കം ആണെങ്കിലോ BE വീക്കാണ്. സോ സിയുടെ മേളിൽ സ്ട്രെസ്. ഫാദർ എഫിൽ സ്ട്രെസ് വരുന്നു. കാരണം ഫാദർ എന്ന് പറയുമ്പോൾ അത് ഡൈസിലബിക്കാണ്, ഫാദർ. അതുപോലെ അത് എന്താണ്, നൗണാണ്. അപ്പോൾ നൗണാണ്. നൗൺസ് ഓഫ് 2 syllables ആർ സ്ട്രെസ്ഡ് ഓൺ ദി ഫസ്റ്റ് സിലബിൾ. നൗൺസ് ആണ്, 2 syllables ഉണ്ട്. ഡൈസിലബിക് ആണെങ്കിൽ സ്ട്രെസ് വരുന്നത് ഫസ്റ്റ് സിലബിളിലായിരിക്കും. ഒബ്ജക്റ്റ് അത് വേർബാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ വേർബ് ആണെങ്കിൽ ബ്രാക്കറ്റിൽ V എന്ന് കൊടുത്തേക്കും കേട്ടോ. അപ്പോൾ ഒബ്ജക്റ്റ് വേർബാണ്. അത് വേർബ് ആയതുകൊണ്ടും ഡൈസിലബിക് ആയതുകൊണ്ടും രണ്ടാമത്തെ സിലബിളിലാണ് സ്ട്രെസ് വരാനുള്ളത്. ഇപ്പോൾ ബ്രദർ എന്ന് പറഞ്ഞാൽ സിസ്റ്റർ, ടീച്ചർ, ഡോക്ടർ, മദർ, ഇതെല്ലാം ഡൈസിലബിക് ആണ്, നൗണാണ്. സോ ഫസ്റ്റ് സിലബിളിൽ സ്ട്രെസ്. ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ഡിസ് എന്ന് പറയുന്ന വീക്ക് പ്രിഫിക്സ്. സോ സിയുടെ മേളിൽ സ്ട്രെസ്. പ്രൊട്ടക്റ്റ് എന്ന് പറയുമ്പോൾ PRO എന്ന് പറയുന്നത് വീക്ക് പ്രിഫിക്സ്. സോ ടിയുടെ മേളിൽ സ്ട്രെസ്. ലൊക്കേറ്റ് ലോ എന്ന് പറയുന്നത് വീക്ക് പ്രിഫിക്സ്. സോ സിയുടെ മേളിൽ സ്ട്രെസ്. നെക്സ്റ്റ് ഈസ് എക്സാമിനേഷൻ. എപ്പോഴും എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് എക്സാമിനേഷൻ. ഈ TION വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് വരുന്നത് TION ആണെങ്കിൽ തൊട്ട് മുന്നിലുള്ള സിലബിളിൽ സ്ട്രെസ് വരണം. നെയ്ഷൻ കണ്ടോ. അപ്പോൾ ഷൻ അതിന് തൊട്ട് മുന്നിലുള്ളത് ഏതാ, നെയ്. അപ്പോൾ എന്നിൻ്റെ മേളിൽ സ്ട്രെസ്. വേർഡ് നെയ്ഷൻ എന്ന് മാത്രമാണെങ്കിലും എന്നിൻ്റെ മേളിൽ തന്നെയാണ് സ്ട്രെസ് വരുന്നത്. ആപ്ലിക്കേഷൻ കണ്ടോ, ഷണ്ണിന് തൊട്ട് മുന്നിൽ. അപ്പോൾ സിയുടെ മേളിൽ സ്ട്രെസ്. ഇലക്ട്രിക് എന്ന് പറയുമ്പോൾ സ്ട്രെസ് ഓൺ ദി സിലബിൾ പ്രിസീഡിങ് ദ സഫിക്സ്. അപ്പോൾ ട്രിക്ക് എന്ന് പറയുന്ന ആ സഫിക്സ് അതിന് തൊട്ട് മുന്നിൽ ഏതാണ് വരുന്നത്, ലക്ക്. എന്ന് പറയുന്ന ഒരു സിലബിൾ, ലക്ക് അനദർ സിലബിൾ, ട്രിക്ക് അനദർ സിലബിൾ. ഇപ്പോൾ ട്രിക്ക് എന്ന് പറയുന്ന ആ ഒരു സിലബിളിന് തൊട്ട് മുന്നിൽ വരുന്നത് ലക്ക്. അപ്പോൾ ആ എല്ലിൻ്റെ മേളിൽ സ്ട്രെസ്. എപ്പോളജെറ്റിക്. ടിക്കിന് തൊട്ട് മുന്നിൽ വരുന്ന ഏതാണ്, G ആണ്. അപ്പോളജെറ്റിക്. സോ ജിയുടെ മേളിൽ സ്ട്രെസ്. അതുപോലെ കോംപ്ലിക്കേറ്റ് എന്ന് പറയുമ്പോൾ ഈ ATE കൊണ്ട് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻറ്റി പെനൾട്ടിമേറ്റ് സിലബിളിൽ സ്ട്രെസ് വരണം. അതായത് തേർഡ് ഫ്രം ദി എൻഡ് എന്നാണ്. അപ്പോൾ കോംപ്ലിക്കേറ്റ് ATE എന്ന് പറയുന്നത് സിലബിൾ ഫോം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സൗണ്ട് അതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ കോംപ്ലിക്കേറ്റ്. അപ്പോൾ കേറ്റ് എന്നുള്ള ഒരു സിലബിൾ, ഒരു സിലബിൾ, ഒരു സിലബിൾ. അപ്പോൾ നമ്മൾ ആൻറ്റി പെനൾട്ടിമേറ്റ് അതല്ലേ, തേർഡ് ഫ്രം ദ എൻഡിൽ നിന്നാണ് നോക്കുന്നത്. അങ്ങനെ വരുമ്പോൾ CATE ഒരു സിലബിൾ, PLI അനദർ സിലബിൾ, 2 അടുത്ത് COM അനദർ സിലബിൾ. അപ്പോൾ സിയുടെ മേളിൽ സ്ട്രെസ്. അതുപോലെ തന്നെയാണ് കൾട്ടിവേറ്റ്. ഓക്കെ. അപ്പോൾ സിയുടെ മേളിൽ സ്ട്രെസ്. നെക്സ്റ്റ് ഈസ് എബിലിറ്റിയും ഇതുപോലെ തന്നെ ആൻറ്റി പെനൾട്ടിമേറ്റ് സിലബിൾ, അതായത് തേർഡ് ഫ്രം ദ എൻഡ്.
ടി ഐ എന്നുള്ളത് ഒരു സിലബിളാണ്. അപ്പം ബിയുടെ മേളിൽ സ്ട്രെസ്. ആക്ടിവിറ്റി, ടി വൈ എന്നുള്ളത് ഒരു സിലബിള്, വി ഐ, ആക്ടിവിറ്റി. ഇപ്പോൾ ടി ഐ സിലബിൾ, വി ഐ സിലബിൾ, ടി വൈ സിലബിൾ, ഫസ്റ്റ് എ സി സിലബിൾ. അപ്പോൾ നമ്മൾ എൻഡിൽ നിന്ന് കൗണ്ട് ചെയ്ത് വരികയാണെങ്കിൽ ടിയുടെ മേളിൽ സ്ട്രെസ് വരുന്നു. ഓക്കെ. ഡെമോക്രസിയും ലൈക്ക് വൈസ് തേർഡ് ഫ്രം ദ എൻഡാണ് വരുന്നത്. അരിസ്റ്റോക്രസി തേർഡ് ഫ്രം ദ എൻഡ്. ഓട്ടോഗ്രാഫ് വരുമ്പോഴും തേർഡ് ഫ്രം ദ എൻഡാണ് വരുന്നത് കേട്ടോ. പിന്നെ അടുത്ത് വരുന്ന ഏതാ? ഒപ്റ്റൈൻ എന്ന് പറയുന്നത്, ഈ ഒപ്റ്റൈനൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. AIN വരുന്നില്ലേ? AIN ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സിലബിളിൽ തന്നെ അങ്ങ് സ്ട്രെസ് കൊടുത്താൽ മതി. ഒപ്റ്റൈൻ ആണ്, മെയിൻറ്റെയിൻ ആണ്, ഇങ്ങനെ വരുന്ന വേർഡിൽ ആ TAIN അതിൽ സ്ട്രെസ് വന്നാൽ മതി. ടിയുടെ മേളിൽ സ്ട്രെസ്. അപ്പോൾ AIN 2-3 വേർഡുണ്ട്. നമ്മൾ ENTIAL, എസെൻഷ്യൽ, എക്സിസ്റ്റൻഷ്യൽ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ എവിടെ സ്ട്രെസ് വരും? ലാസ്റ്റ് സിലബിളിൽ സ്ട്രെസ് വരണം കേട്ടോ. പ്രൊവിഡൻഷ്യൽ എന്ന് പറയുമ്പോൾ പ്രൊവിഡൻഷ്യൽ ENTIAL എന്നാ, ENTIAL. അപ്പോൾ ഞാൻ അവിടെ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണ്ട? അണ്ടർലൈൻ ചെയ്യണ്ട, എക്സാമിന് അണ്ടർലൈൻ ചെയ്യണ്ട. അപ്പോൾ പ്രൊവിഡൻഷ്യൽ അങ്ങനെ വരുമ്പോൾ ഈ ഡിയുടെ മേളിൽ, ഞാൻ മാർക്ക് ചെയ്യാൻ വിട്ടുപോയി, ഡിയുടെ മേളിലായിരുന്നു സ്ട്രെസ് വരുന്നത്. ഫണ്ടമെൻ്റൽ ENTAL. സോ എമ്മിൻ്റെ മേളിൽ സ്ട്രെസ് കൊടുക്കുക കേട്ടോ. വില്ലേജ് എന്ന് പറയുമ്പോൾ വിയുടെ മേളിൽ സ്ട്രെസ്. ടൊമാറ്റോ TO വീക്കാണ്. സോ എമ്മിൻ്റെ മേളിൽ സ്ട്രെസ്. ഡിക്ഷണറി ഡിയുടെ മേളിൽ. ബിസിനസ് ബിയുടെ മേളിൽ. ബിസ്കിറ്റ് ബിയുടെ മേളിൽ. പൊളൈറ്റ് PO കഴിഞ്ഞിട്ട് എല്ലിൻ്റെ മേളിൽ. ടെലിവിഷൻ